രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ACCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജനാണ് പരാതി നൽകിയത്. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ നിയോഗിക്കണം എന്ന് കത്തിൽ ആവശ്യം. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നും കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഇതാദ്യമായാണ് ഒരു പരാതി ACCക്ക് അത് വനിതാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എത്തുകയും ചെയ്യുന്നത്. ഈ വിഷയമുണ്ടായപ്പോൾ ആദ്യം തന്നെ പല വനിതാ നേതാക്കളും MLA-മാരടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത്. ഏതായാലും ഇപ്പോൾ പരാതി ACCക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതിയിൽ ആവശ്യങ്ങൾ? സിജു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് പല നേതാക്കളും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ചില വനിതാ നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം അടക്കമുള്ള ാണ് അവർ മുന്നോട്ട് വെച്ചത്. ഏറ്റവും ഒടുവിലാണ് വിഷയത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജന ബി സജൻ ആദ്യമായി നിലപാട് തുറന്നു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി. കമലേഷ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വലിയ കാര്യമാണെന്നാണ് ഇപ്പോൾ സുധാകരൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആ വിഷയം ഇഗ്നോർ ചെയ്യൂ എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടികൾ, അതിൽ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ്, ടെലിഫോൺ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഗർഭധാരണത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിക്കുന്നു, അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അസഭ്യമടക്കം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. കൊല്ലാൻ അധികം സമയം വേണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും ACC എന്ത് നിലപാടെടുക്കുന്നു? സംസ്ഥാനത്തെ കോൺഗ്രസിന് തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയം ACC എന്ത് നിലപാടെടുക്കുന്നത് അറിയാനാണ് കേരളത്തിലെ പൊതുസമൂഹം, കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം കാത്തിരിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഈ പരാതിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? സിജു, തീർച്ചയായും ഇത് വലിയൊരു വിഷയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് കോൺഗ്രസിനെ അത് ബാധിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയാത്ത, തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നേതാക്കൾക്കും ഉള്ളത്. ഇന്നിപ്പോൾ VD സതീശനോടും ഈ വിഷയം സംസാരിച്ചിരുന്നു, മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. സുധാകരന്റെ പരാമർശങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു. അക്കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി, ആ പരാമർശത്തോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ AICCക്ക് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് രേഖാമൂലം ഒരു പരാതി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജന ബി സജൻ നൽകുമ്പോൾ അതിന് കുറെ കൂടി ഗൗരവ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. നേരത്തെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായ സ്ത്രീകൾ പരാതി നൽകിയിരുന്നു. ആ പരാതികളിൽ ഒന്നും ഒരു നടപടിയും അന്ന് VD സതീശനോ പാർട്ടിയോ കൈക്കൊണ്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നത്. ഇതിനൊടുവിലാണ് ഒരു തരത്തിലും പാർട്ടി സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന് കാണുമ്പോഴാണ് സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ യുവതിക്ക് ഇത്തരത്തിലൊരു പരാതി AICCക്കും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഈ പരാതിയിൽ പറയുന്നത് ഇതിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നും അതുപോലെ തന്നെ ഈ ഇരകളാക്കപ്പെട്ടുള്ള വനിതകളെ, യുവതികളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് ഉൾപ്പെടെ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഈ വിഷയത്തിൽ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. അതോടൊപ്പം ഈ സ്ത്രീ സംരക്ഷണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇരട്ടത്താപ്പാണ് എന്ന നിലയിൽ ആളുകൾ പറയുന്നത്, അത് മറികടക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്ന ഒരു ഉപദേശം കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം കൂടിയാണ് സജന ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ AICCയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജു സൂചിപ്പിച്ചതുപോലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും ഉൾപ്പെടെ ഇതിനകത്ത് എന്ത് നിലപാട് AICC സ്വീകരിക്കും എന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത്. സിജു, കമലേഷ്, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ പരാതിയുമായി രംഗത്ത് വരുന്ന ആദ്യം തന്നെ പരാതി ഉന്നയിച്ചത് എതിർ പാർട്ടികളിലുള്ള ആളുകളല്ല, കോൺഗ്രസിലെ തന്നെ മുതിർന്ന വനിതാ നേതാക്കൾ അടക്കമാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തിരുന്ന പല കോൺഗ്രസ് നേതാക്കളും പിന്നീട് രാഹുലിനെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. ഒരു പാർട്ടിയിലെ യുവജന വിഭാഗത്തിലെ നേതാക്കളടക്കം ഇയാളെ ഒഴിവാക്കണമെന്ന് നിരന്തരം പരാതി ഉന്നയിക്കുകയും AICCക്ക് അടക്കം പരാതി ചെല്ലുകയും ചെയ്യുമ്പോൾ എന്താണ് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കൈക്കൊള്ളാൻ പോകുന്നതെന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. ആ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു കത്തയച്ചിരിക്കുന്നത്. അത് ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലേക്ക് തന്നെ വന്നിരിക്കുക. AICCയുടെ മുൻപിലേക്ക് വിഷയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സിജു, തീർച്ചയായും ഈ വിഷയത്തിൽ ഇനി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടതിനാലാകണം
ഈ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരു യുവതി AICCയെ സമീപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊന്ന് നേരത്തെ സിജു സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള ആളുകളോ മറ്റേതെങ്കിലും പ്രവർത്തകരോ അല്ല പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആദ്യം തന്നെ പരാതി വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന വനിതകളിൽ നിന്നാണ്. അതോടൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അവരുടെ തന്നെ MLA ആയിട്ടുള്ള ഉമാ തോമസ് ആണ്. അതിനുശേഷം അവരുടെ തന്നെ സീനിയർ ലീഡറായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ ഉൾപ്പെടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ബിന്ദു കൃഷ്ണയാണ്. ആ നിലയിൽ പാർട്ടിക്കകത്ത് തന്നെ മുതിർന്ന വനിതകളും MLA-മാരായിട്ടുള്ള വനിതകളും എല്ലാം തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലും ഒരു യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വത്തെ സമീപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതിലൊന്നും സംസ്ഥാന നേതൃത്വം ഒരു നിലപാടും സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്നും നീതി കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് AICCയെ സമീപിക്കാൻ ആ യുവതി അല്ലെങ്കിൽ ആ യുവ നേതാവ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് AICCക്കും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കും, പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന വനിതാ നേതാവ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്കും ആ നിലയിൽ ഒരു പരാതി അവർ നൽകുകയാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള യുവതികൾക്കെതിരെ തന്നെയാണ് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രായമായ സ്ത്രീകളുണ്ട്, ചെറിയ അധികം യുവാക്കളായിട്ടുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ ഒരു നിരവധിയായിട്ടുള്ള സ്ത്രീകൾക്ക് രാഹുലിന്റെ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള വനിതകൾ തന്നെയാണ് ഏറെയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ആ നിലയിൽ വളരെ കൃത്യമായ ഒരു നടപടിയിലേക്ക് ഇനി കോൺഗ്രസ് കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാണാൻ ഉള്ളത്.